ഇബ്നു തൈമിയ്യയുടെ ഒരു ഉദ്ധരണിയായി ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയതും ഖബറിന് സഹായം കിട്ടിയതും ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് മൗലവി വന്നിട്ട് ഒരൊറ്റ അക്ഷരം പറഞ്ഞില്ല. ഞാൻ പറയുന്ന ഒരു തെളിവും മൗലവി തൊടുന്നില്ല. മുജാഹിദീങ്ങളെ കാര്യ സംഘടന അല്ലാഹ് നന്നാകട്ടെ. ഒരു മുജാഹിദ് എന്നെ വിളിക്കുക, ഉസ്താദേ അസ്സലാമു അലൈക്കും. ഉസ്താദേ ഏത് വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് പറയൂലേ? വലൈക്കും അസ്സലാം. ആരാധി നമുക്ക് തിരിവ് അപ്പുറമുള്ളത്? ഞാൻ മുഹീദ്ദീൻ ശൈഖുൽപുറത്തെ വലിയ, ഞാൻ പേരോട് അത്ര സക്കാഫിയല്ലേ. അപ്പൊ വിളിച്ച് ഉസ്താദേ സ്വതനല്ലേ? ആ അല്ല, നിങ്ങള് ഇനിയിപ്പൊ നാദാവൃത്ത് പ്രസംഗിക്കുന്നുണ്ടോ? നാദാവൃത്ത് അല്ലാഹു തആല ആരോഗ്യമായുസ്സും തന്നാൽ അല്ലാഹു അതിന്റെ പ്രസംഗിക്കും. അല്ല ഉസ്താദേ, നിങ്ങൾ അയാൾ പറഞ്ഞതിനൊന്നും മറുപടി പറയുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ? അതിനുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കട്ടാക്കി. കാരണം കഴിഞ്ഞ പ്രസംഗങ്ങൾ കേട്ടിരുന്നോ? അതിൽ പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇയാൾ ഇതിന് മറുപടി പറയണ്ടേ? അപ്പൊ അയാൾ കേട്ടിട്ടില്ല. അപ്പൊ ഇവര് നമ്മുടെ പ്രസംഗം കേൾക്കൂല. എന്നിട്ട് മൗലവി പറയുന്നത് അങ്ങനെ ആമന്നാ വസല്ലംനാ വസദ്ദഖ്നാ വത്തബഅനാക. ഓ വത്തബഅനാക, നിങ്ങൾ നമ്മൾ തുറന്ന് നിങ്ങൾ പറഞ്ഞ റെഡി 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 എന്ന് പറയുന്ന അർക്കാണ്. എന്നാ ഒന്ന് കേട്ടു നോക്കട്ടെ എന്റെ പ്രസംഗം. അത് കേട്ടു നോക്കുന്നില്ല. എന്നെ പറയാം മറുപടി ഇല്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു തെളിവിന് ഇയാൾ ഇതുവരെ മറുപടി പറഞ്ഞോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നിങ്ങളൊന്ന് കേൾക്ക്. എന്നിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അയാൾ അതിന് മറുപടി പറഞ്ഞോ, നിങ്ങൾ എന്നെ ഒന്ന് പോയിട്ട് പരിശോധിക്കും, CD പരിശോധിക്കും, ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. ടെലിഫോൺ നമ്പർ അതിലൂടെ പറഞ്ഞുതരാം, 94 47 15 6 ഒന്ന് വെച്ചുവിട്ടാ മനെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഇബ്നു തൈമിയ്യ തന്നെയും സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ച സംഭവം ഉള്ളതാണെന്നും സഹായം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നും, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സഹായം കൊടുത്തത്, ഖബറിൽ നിന്ന് സഹായം കൊടുത്തതിന്റെ കാരണം وأكثر هؤلاء السائلين الملحين لما هم فيه من الحال لو لم يجابوا لاضطرب إيمانهم كما أن السائلين له في الحياة كانوا كذلك. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ചോദിച്ചാൽ കൊടുക്കുന്നത് പോലെ വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സഹായം കൊടുത്തതാണ്. അത് കൊടുക്കാൻ കാരണം ചോദിച്ച ആൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ നേതാവ് എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന നിലക്ക് നബിയോട് അദ്ദേഹത്തിനൊരു വിമ്മിഷ്ടമുണ്ടായി, ഒരു വിഷമമുണ്ടായി. അതിനാൽ അയാളെ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന് സഹായം ചെയ്തത്. ഖബറിന് റസൂൽ സഹായിച്ചിട്ടുണ്ട്. അത് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാണ് സഹായം ചോദിച്ചവരെ സഹായിച്ചത് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വകദാലിക സുആലു ബഅദിഹിം ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹാജതഹു ഫതുഖ്ദാലഹു ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറൻ. ധാരാളം സംഭവിച്ച കാര്യമാണ് ഖബറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹായം ചെയ്തത്, റസൂലുള്ളാഹിയോട് സഹായം ചോദിച്ചപ്പോൾ സഹായം കിട്ടിയത് എന്ന് തന്നെ ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ തന്നെ ഒരു സ്ഥലത്ത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ സത്യം സമ്മതിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് ഖബറിന് ചോദിച്ചിട്ട് റസൂൽ കൊടുത്തു എന്ന് അയാൾ പറയുന്നുണ്ട്. അത് സംഭവിച്ചതാണ് എന്നും അത് കൊടുക്കാൻ കാരണം ഹയാത്ത് കാലത്ത് ചോദിക്കും പോലെ തന്നെയാണ് എന്നും ഇബ്നു തൈമിയ്യ തന്നെ ഇഖ്തിലാഉ സിറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഇബ്നു തൈമിയ്യന്റെ കിതാബ് ഉദ്ധരിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് അത് കേൾക്ക മാതിരി വെച്ചില്ല മൗലവി. അത് തൊട്ടില്ല, സ്പർശിച്ചില്ല, അതിനെപ്പറ്റി മിണ്ടിയില്ല. മൗലവി കുറെ കളവ് പറഞ്ഞു.